ഹലോ ഫ്രണ്ട്സ്, മൈ യൂട്യൂബ് ചാനൽ ശാന്തിനി കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ഉപ്പുമാങ്ങ ഒരു കറി വെക്കാം കേട്ടോ. 4 ഉപ്പുമാങ്ങ എടുത്തിട്ടുണ്ട് ഞാൻ. കർക്കിടകമൊക്കെ അല്ലേ, മീനൊന്നും കൂട്ടണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഉപ്പുമാങ്ങ എടുക്കുവാണ്. 4 എണ്ണം എടുത്തിട്ടുണ്ട്. അപ്പം നമുക്കിതൊന്ന് അരിഞ്ഞെടുക്കണം. ഇങ്ങനെ പൊളന്നിടണത്. വേറെ കറിയൊന്നുമില്ല, അപ്പം നമുക്ക് ഉപ്പുമാങ്ങ കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് അതിങ്ങനെ പൊളന്നിട്ടിട്ട് എല്ലാം പൊളന്നിടാം കേട്ടോ. നല്ലോണം അലുന്നിട്ടൊക്കെ ഉണ്ട്. അപ്പം ഇതൊന്ന് പൊളന്നിട്ടാൽ നമുക്ക് വേഗം ഇതാവും. പച്ചമുളകൊക്കെ ഇട്ട് കഴിയുമ്പോൾ ആ പച്ചമുളകൊക്കെ വെന്ത് ഇതിനകത്ത് കിടന്നോളും. അപ്പം ഞാൻ ഇതിങ്ങനെ ഇടുവാണേ. ഇത് 2 ആക്കി ഇട്ടാൽ മതി. ഉപ്പുമാങ്ങ ഞങ്ങൾ ചെറിയ ഉപ്പുമാങ്ങ, മൂക്കാത്ത ഉപ്പുമാങ്ങയാണ് ഇട്ടിരിക്കണത്. അതുകൊണ്ട് ഇതിൻ്റെ കട്ട് കണ്ട് ഇത് കണ്ട ഇതങ്ങോട്ട് എടുത്ത് കളഞ്ഞേക്കാം. ഇതൊന്നും കൂടി പൊളന്നിടാം കേട്ടോ. പിന്നെ ഇതിനകത്ത് ഒരു 4 പച്ചമുളക് ഇടാം. പൊളന്നിടാം കേട്ടോ. നാലെണ്ണം ഇട്ടിട്ടുണ്ട്. രണ്ട് 3 കറിവേപ്പിലയും കൂടി ഇട്ട് വയ്ക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഒരു ചെറിയ ടീസ്പൂൺ ഇടണം കേട്ടോ. അപ്പോൾ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കിത് സ്റ്റവ് കത്തിച്ച് അടുപ്പത്ത് വയ്ക്കാം. സ്റ്റവ് കത്തിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് ഇളക്കിയിട്ട് അടുപ്പത്ത് വെച്ചേക്കാം. ഇത് ഉപ്പിടണ്ടായിരുന്നു. ഉപ്പ് നമുക്ക് കറിയൊക്കെ റെഡി ആയിട്ട് ഉപ്പ് നോക്കിയിട്ട് മാത്രം ഇട്ടാൽ മതി. ഉപ്പുമാങ്ങയില്ലേ, ഇതൊന്ന് ചട്ടി ആയതുകൊണ്ട് ഇച്ചിരി താമസം പിടിക്കും. ഒന്ന് തിളച്ചോട്ടെ കേട്ടോ. നമുക്കിതൊന്ന് അടച്ചു വയ്ക്കാം. അതിന് ചേർക്കാൻ വേണ്ടിയിട്ട് 1 മുറി തേങ്ങ എടുത്തിട്ടുണ്ട്. ഞാൻ ഇത്രയും ചിലപ്പോൾ എടുക്കില്ല, നോക്കിയിട്ട് എടുക്കാം. 1 മുറി തേങ്ങയും ഒരു ചെറിയ വെളുത്തുള്ളി ഞാൻ ചേർക്കും കേട്ടോ. എനിക്കിഷ്ടമാണത്. കുറച്ച് ജീരകമുണ്ട് ഇതിനകത്ത്, അതും കൂട്ടി നമുക്കൊന്ന് അരച്ച് വയ്ക്കാം. അപ്പോഴേക്കും അത് വേഗവും ചെയ്യും. ഞാൻ മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കുവാണ്. എടുത്തേക്കാം അല്ലേ, 4 മാങ്ങ ഉണ്ടല്ലോ. അപ്പോൾ ഇതങ്ങോട്ട് എടുത്തേക്കാം. ഇതിൻ്റെ കൂടെ 2 കറിവേപ്പിലയുടെ ഇല ഇടുന്നുണ്ട് കേട്ടോ, അരയ്ക്കാൻ. ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടത്. നമുക്ക് ഇനി ഇത്തിരി വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇവിടെ ഇരിക്കട്ടെ. അപ്പോൾ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അതൊക്കെ കറിയൊക്കെ ഒന്ന് തിളച്ചോട്ടെ. മാങ്ങ തിളച്ചിട്ടില്ല, തിളക്കട്ടെ കേട്ടോ. തിളച്ച് വരുന്നേ ഉള്ളൂ. കുറച്ച് 2-3 മിനിറ്റ് പിടിക്കും തിളച്ച് വരാനായിട്ട്. തിളച്ചാൽ അധികം നേരം വേണ്ട. മാങ്ങ ഉപ്പിൽ വെന്തിരിക്കണല്ലേ. അപ്പോൾ നമുക്ക് അധികം സമയം വേണ്ട കേട്ടോ. ഒന്ന് തിളച്ചോട്ടെ. അപ്പോഴേക്കും നമുക്ക് തേങ്ങ അരച്ചെടുക്കാം കേട്ടോ.
തേങ്ങ അരച്ചെടുക്കട്ടെ. തേങ്ങ അരച്ച് വന്നിട്ടുണ്ട്. ഇവിടെ ഇരിക്കട്ടെ. അത് വെന്ത് കഴിഞ്ഞിട്ട് നമുക്ക് ചേർക്കാം കേട്ടോ. അരച്ച് വരുന്നുണ്ട് കേട്ടോ. കുറച്ച് നേരം കൂടി കിടക്കണം, വേകാനുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവർ എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക, പിന്നെ സപ്പോർട്ട് ചെയ്യുക. അതിന് വറയിടാൻ വേണ്ടിയിട്ട് 3 കൊല്ലമുളക് മുറിച്ച് വെച്ചിട്ടുണ്ട്, കുറച്ച് കറിവേപ്പില എടുത്ത് വെച്ചിട്ടുണ്ട്, ഉലുവ വേണം, കടുക് വേണം. അപ്പം അത്രയും സാധനം മതി. നമുക്കിത് അരപ്പ് കൂട്ടി കഴിഞ്ഞ് ചൂടാക്കിയിട്ട് നമുക്ക് കടുക് വറുത്ത് വയ്ക്കാം കേട്ടോ. കുറച്ച് വെയിറ്റ് ചെയ്യാം. അപ്പം മാങ്ങ വെന്തിട്ടുണ്ടാവും, നമുക്കൊന്ന് ഇളക്കി നോക്കാം. നല്ലോണം വെന്തിട്ടുണ്ട് കേട്ടോ. ഉപ്പൊക്കെ ഉണ്ടാവും കേട്ടോ. നല്ല ഉപ്പിൻ്റെ മണമാണ് കേൾക്കുന്നത്, മണം വരുന്നുണ്ട്. അപ്പം നമുക്ക് ഉപ്പ് അരപ്പൊക്കെ കൂട്ടിയിട്ട് മാത്രം ഉപയോഗിച്ചാൽ മതി. ഉപ്പുമാങ്ങ ആയതുകൊണ്ട് നല്ല ഉപ്പിടുമല്ലോ നമ്മൾ. അപ്പം കൂട്ടി നോക്കാം നമുക്ക്. സ്റ്റവ് ഒന്ന് തീ കുറച്ച് വയ്ക്കുവാണേ. നമുക്ക് അരപ്പ് കൂട്ടിയെടുക്കാം. ഇതൊന്ന് കുലുക്കിയെടുക്കാം. വെള്ളം കൂടി ചേർത്തിട്ട് നമുക്കൊന്ന് പയ്യെ ചൂടാക്കിയെടുക്കാം. തിളക്കമൊന്നും വേണ്ട. ശകലം വെള്ളം കൂടി ചേർക്കാം. ഒന്ന് പയ്യെ ചൂടായിക്കോട്ടെ കേട്ടോ. ഉപ്പുമാങ്ങയും ചമ്മന്തിയും കൂടി ഉണ്ടെങ്കിൽ നല്ല കറിയാണ്. കുറച്ച് ഉള്ളി ചമ്മന്തി ഉണ്ടാക്കിയാൽ മതി. ഉള്ളിയും മുളകും കൂടി മൂപ്പിച്ചിട്ട് അതിനകത്ത് 2 പപ്പടവും വറുത്ത് തിരുമിയെടുത്താൽ നല്ല കറിയാണെന്ന്. ഉച്ചയ്ക്ക് ചോറുണ്ണാൻ ബറാബർ. ഒന്ന് ചൂടായിക്കോട്ടെ. അടുപ്പത്ത് വെച്ച് ഇങ്ങനെ നൂറ്റി പോലെ ഒരു പയ്യനൊരു ഇത് വരുമ്പോഴേക്കും ഓഫാക്കാം കേട്ടോ. ഇപ്പം ശരിയായിട്ടുണ്ട്. നമുക്കിത് ഓഫാക്കാം. കടുക് വറുത്തതിനകത്തെടുക്കാം, ഇടാം. ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുക്കാം. എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. കടുക് വറുത്ത കുറച്ച് എണ്ണ മതി കേട്ടോ, അധികമൊന്നും വേണ്ട. കടുക് ഇട്ട് കൊടുക്കാം.
കൊടുക്കാം. തീ ഒന്ന് കുറച്ച് വെക്കാം കേട്ടോ. ഇനി മുളകും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. തുള്ളി മുളക് പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. സ്റ്റൗ ഓഫാക്കാം. നമ്മുടെ ഉപ്പുമാങ്ങ കറി ഉണ്ടല്ലോ, നല്ല ടേസ്റ്റാണ് കേട്ടോ. പിന്നെ ഉപ്പ് നോക്കണ്ടേ, ഇനി ഉപ്പ് നോക്കിയില്ല, നോക്കാം. ഉപ്പുണ്ടാവും, നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. ഉപ്പൊക്കെ ഉണ്ട്. നല്ല കറിയാണ് കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും അറിയാം, പഴയ അമ്മമാർക്കൊക്കെ അറിയാം. ഇപ്പോഴത്തെ പിള്ളേർക്കൊന്നും അറിയില്ല ഇതൊക്കെ ഇങ്ങനെയൊക്കെ കഴിക്കാമെന്നുള്ളത്. അപ്പോൾ കാണുന്നവർ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഉപ്പുമാങ്ങ ഉണ്ടെങ്കിൽ നല്ലൊരു കറിയാണ് ഉച്ചയ്ക്ക് ചോറ് ഊണിന്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അടുത്ത വീഡിയോ വരേക്കും ബൈ.